ഇനി ക്രൂഡ് ഓയിലിനുമപ്പുറം വമ്പൻ ലക്ഷ്യങ്ങളാണ് സൗദി മുമ്പോട്ട് വയ്ക്കുന്നത്. 2034 ഫിഫ വേൾഡ് കപ്പ് സൗദിയിൽ നടക്കുമെന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ സൗദിയുടെ നീക്കങ്ങൾ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ലോകം. സത്യം പറഞ്ഞാൽ ദിനംപ്രതി അവർ ഓരോരോ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ലോകത്തെ മുഴുവനും ഞെട്ടിക്കുകയാണ്. എന്താണ് ശരിക്കും സൗദിയിൽ നടക്കുന്നത്? ഒരു അറബ് രാജ്യം എങ്ങനെയായിരിക്കണം എന്ന ആ ചട്ടക്കൂടിനെ പൊളിച്ചു നീക്കിക്കൊണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എന്താണ് അവിടെ കാഴ്ചവെക്കുന്നത്? വളർച്ചയുടെ അത്യുന്നതങ്ങളിൽ സൗദി എത്തുമ്പോൾ ലോകത്ത് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ക്രൂഡ് ഓയിൽ വില താഴ്ന്നത് സൗദി അറേബ്യയെ മാത്രമല്ല, GCCയിലെ മറ്റ് 6 രാജ്യങ്ങളെയും സാമ്പത്തികമായി തളർത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും ബജറ്റ് കമ്മി വർദ്ധിച്ചിരിക്കുകയുമാണ്. മറ്റാദായ മാർഗങ്ങൾ തേടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അതോടൊപ്പം എണ്ണവില കൂട്ടാനുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു. ഈ വേളയിലാണ് സൗദി അറേബ്യയുടെ പുതിയ പദ്ധതി ചർച്ചയാകുന്നത്. 2022 കോവിഡ് നീങ്ങി ലോക വിപണി സജീവമായ വേളയിൽ എണ്ണയ്ക്ക് വില കുത്തനെ വർദ്ധിച്ചിരുന്നു. അതിന്റെ നേട്ടം GCC രാജ്യങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ വർഷം മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. പിന്നീട് കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. ഇതോടെ സൗദിയുടെ നിയമം ഉൾപ്പെടെ പല പദ്ധതികളും മന്ദഗതിയിലായി. ഈ വേളയിലാണ് അടവ് മാറ്റിക്കൊണ്ട് സൗദി പരീക്ഷണത്തിനായി ഒരുങ്ങുന്നത്. ഇതുവരെ സൗദി അറേബ്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ക്രൂഡ് ഓയിൽ വില കൂട്ടുക എന്നതിലായിരുന്നു. ഇതിനുവേണ്ടി ഉൽപാദനമാകട്ടെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. എന്നിട്ടും വിചാരിച്ച നേട്ടം കൊയ്യാൻ സൗദിക്ക് മാത്രമല്ല മറ്റ് GCC രാജ്യങ്ങൾക്കും ഒട്ടും സാധിച്ചതേയില്ല. ബാരൽ എണ്ണയ്ക്ക് $96 എങ്കിലും വില കിട്ടിയാലേ സൗദിയുടെ ലക്ഷ്യം നേടാൻ സാധിക്കൂ. അതായത് നിലവിലുള്ളതിനേക്കാൾ $20 അധികം വില വേണം. ഖനന മേഖല വിപുലീകരിക്കാനാണ് സൗദി അറേബ്യയുടെ പുതിയ തീരുമാനം. സ്വർണം, ചെമ്പ്, ഫോസ്ഫറസ്, ബോക്സൈറ്റ് തുടങ്ങിയവയെല്ലാം യഥേഷ്ടമുണ്ട് സൗദിയുടെ മണ്ണിന്റെ അടിയിൽ. ഇവ ഖനനം ചെയ്ത് കയറ്റുമതി ചെയ്യാനാണ് ആലോചനയുള്ളത്. സ്വർണത്തിന് ആഗോളതലത്തിൽ ആവശ്യമേറി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സൗദി അറേബ്യ അല്പം ചുവടുമാറ്റി പിടിക്കുന്നത്. സൗദിയിലെ ഭൂമിക്കടിയിൽ $1.3 ലക്ഷം കോടി വിഭവങ്ങളുണ്ടത്രേ. ഇങ്ങനെയാണ് 8 വർഷം മുമ്പ് കണക്കാക്കിയിരുന്നത്. എന്നാൽ പുതിയ കണ്ടെത്തൽ പ്രകാരം $2.5 ലക്ഷം കോടി വിഭവങ്ങളുണ്ടെന്ന് സൗദി ഖനന വകുപ്പ് മന്ത്രി ബാന്ദർ അൽ ഖുറൈഫ് പറയുന്നു. ഖനന വ്യവസായം വഴി നിലവിൽ $1700 കോടി സൗദിക്ക് ലഭ്യമാകുന്നത്. 2035 ആകുമ്പോഴേക്കും $7500 കോടി ഉയർത്തുകയാണ് അവരുടെയൊക്കെ ലക്ഷ്യം. ജബൽ സയ്യിദ് കോപ്പർ പ്രൊജക്ട്, അൽ ജലമിദ് ഫോസ്ഫേറ്റ് ഖനി എന്നിവ സൗദി പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. പുതിയ ഖനികൾ കണ്ടെത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. 33 പുതിയ ഖനന ലൈസൻസ് അനുവദിച്ചത് ഈ ലക്ഷ്യം വെച്ച് മാത്രമാണ്. 6 പുതിയ ലൈസൻസുകൾക്കുള്ള ലേലം നടക്കുമെന്നും ഖനന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വരുമാനം ലഭിക്കുന്നതോടെ നേരത്തെ ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളുടെയും വേഗത കൂടും. അതേസമയം വിനോദസഞ്ചാരം, റിയൽ എസ്റ്റേറ്റ് എന്നീ രംഗത്തും സൗദി ഊന്നൽ നൽകുന്നുണ്ട്. അതായത് ഈ ഒരു ഖനന വിഷയത്തിൽ മാത്രമല്ല അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഇവയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും സൗദിക്ക് മുന്നോട്ട് പോകണ്ടേ? ആ ഒരു കാര്യം ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും നോക്കി കാണുന്നുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അവർ ഒരുപാട് പദ്ധതികൾ വിപുലീകരിക്കുന്നുമുണ്ട്. അതായത് കായിക രംഗം ഉത്തേജിപ്പിക്കാനായി വലിയ തുക സൗദി മുടക്കുന്നുണ്ട്. 2034 നടക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയായി സൗദിയെ ഫിഫ തിരഞ്ഞെടുത്തത് പുതിയ അവസരമാണ്. ഇതുവഴി കോടികളുടെ വരുമാനമാണ് സൗദി പ്രതീക്ഷിക്കുന്നത്. സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കേണ്ടതിനാൽ ഒട്ടേറെ ജോലി സാധ്യതയും സൗദിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2034 ഫിഫ ലോകകപ്പിന് വേദിയാകാൻ വമ്പൻ തയ്യാറെടുപ്പുകളുമായിട്ടാണ് സൗദി അറേബ്യ ഒരുങ്ങുന്നത്. സൗദിയിൽ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന വിവിധ സ്റ്റേഡിയങ്ങളുടെ പേരുകളും സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റിയാദ്, ജിദ്ദ, അൽഗോബാർ, അബഹ, നിയോം എന്നീ സൗദി നഗരങ്ങളിലെ 11 വമ്പൻ സ്റ്റേഡിയങ്ങളിലാണ് ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക. ലോകകപ്പ് മുന്നിൽ കണ്ടാണ് പുതിയതായി സ്റ്റേഡിയങ്ങൾ ഒരുങ്ങുന്നത്. ഇതിൽ 3 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം നിലവിൽ പുരോഗമിച്ചു വരികയാണ്. രാജ്യത്ത് നിലവിലെ 2 വലിയ സ്റ്റേഡിയങ്ങൾ പുതുക്കി പണിയുകയും ചെയ്യും. മറ്റ് 2 സ്റ്റേഡിയങ്ങളാകട്ടെ ടൂർണമെന്റിനോടനുബന്ധിച്ച് വിപുലീകരിക്കുകയും ചെയ്യും. കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സൗദിയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാകും കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം. പോപ്പുലസ് എന്ന പ്രമുഖ ആർക്കിടെക്ചർ സ്ഥാപനം രൂപകൽപ്പന ചെയ്തതാണ് ഈ സ്റ്റേഡിയം. 92,000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഇത്. റിയാദിന് പുറത്തെ ഒരു ക്ലിഫിന് മുകളിലായിട്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഇതിനോട് ചേർന്ന് ഒരു കൂറ്റൻ കൃത്രിമ തടാകവും നിർമ്മിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിനുള്ളിലെ എയർ കണ്ടീഷനിങ് കൂടാതെ അതിന് ചുറ്റും തണുത്ത കാറ്റിനായിട്ടാണ് ഈ തടാകം നിർമ്മിക്കുന്നത്. എല്ലായിടത്തും ഗാഡ്ജറ്റുകൾ ഉണ്ടാകും. സംഗീത കച്ചേരികൾ, ഡ്രോൺ റേസിംഗ്, എസ്പോർട്സ് എന്നിവയ്ക്കായി ഒരു മൾട്ടി ഇവന്റ് സംവിധാനവും ഉണ്ടായിരിക്കും. കൂടാതെ സ്റ്റേഡിയത്തിന്റെ പിച്ച് പിന്നിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ മറ്റൊരു സവിശേഷത മാറ്റിവെക്കാനാവുന്ന മേൽക്കൂരയും ഡിജിറ്റൽ മതിൽ
മതിലുമാണ്, പടുകൂറ്റൻ സ്ക്രീനും സ്റ്റേഡിയത്തിലുണ്ട്. 84,000 കോടി ചെലവിട്ടിട്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. സൗദിയിലെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ പേരാണ് സ്റ്റേഡിയത്തിന് നൽകിയിരിക്കുന്നത്. നിയോമിലാകട്ടെ പുതിയൊരു നഗരം തന്നെയാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത്. ഈ പുതിയ നഗരത്തിൽ വാഹനങ്ങൾക്ക് വിലക്കുണ്ട്. ഇവിടെയും ഒരു ഗംഭീര സ്റ്റേഡിയം ഒരുങ്ങുകയാണ്. 46,000 സീറ്റുകളാണ് ഇവിടെ ഒരുക്കുന്നത്. ഹൈസ്പീഡ് ലിഫ്റ്റുകളും ഡ്രൈവർമാരില്ലാത്ത വാഹനങ്ങളുമായിരിക്കും ഇവിടെ ഉണ്ടാവുക. കളിക്കാർ ബസ്സിലായിരിക്കില്ല സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് നേരിട്ട് അവർക്കായി എലിവേറ്റർ സംവിധാനമാണ് തയ്യാറാക്കുന്നത്. മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളും സമാപനവും നടക്കുന്ന കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും. 11 വേദികളിലായിട്ടാണ് സൗദിയിലെ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. റിയാദിലെ റോഷൻ സ്റ്റേഡിയം, റിയാദിലെ കിങ് ഫഹദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം, റിയാദിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം, റിയാദിലെ പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം, അതുപോലെ റിയാദിലെ സൗത്ത് റിയാദ് സ്റ്റേഡിയം, റിയാദിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, നിയോം സ്റ്റേഡിയം, ജിദ്ദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം, ജിദ്ദ കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി സ്റ്റേഡിയം, അൽഗോബാർ അരാംകോ സ്റ്റേഡിയം, കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയൊക്കെയാണ് ഫിഫ ലോകകപ്പിനായി ഒരുങ്ങുന്നത്. ഇവയിൽ നിയോം സ്റ്റേഡിയം ഏറെ പ്രത്യേകതയുള്ളതാണ്. തറയിൽ നിന്ന് 350 മീറ്റർ ഉയരെയാണ് സ്റ്റേഡിയത്തിലെ പിച്ച്. ചുരുക്കി പറയുകയാണെങ്കിൽ സൗദി അറേബ്യയ്ക്ക് പുതിയ മുഖം നൽകുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുമായാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിവരുന്നത്. സൗദി അറേബ്യ വിഷൻ 2030 ലക്ഷ്യമിട്ട് വിപുലമായ മാറ്റങ്ങളാണ് നടത്തുന്നത്. ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനായി പല ഇളവുകളും സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സൗദി അറേബ്യയിലെ ആദ്യ മദ്യശാല തലസ്ഥാനമായ റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിൽ തുറന്നത് പോലും മാറ്റത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ചില വിഭാഗങ്ങൾക്ക് മാത്രമായിരിക്കും മദ്യവിൽപ്പന. മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്കായി മദ്യം വാങ്ങാനാകുകയെന്നത് വിവിധ മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിയുറച്ച് നിലകൊള്ളുന്ന സൗദി അറേബ്യ മദ്യത്തെ നിഷിദ്ധമായിട്ടാണ് കണ്ടിരുന്നത്. 1952 മുതൽ രാജ്യത്ത് മദ്യത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. അതേസമയം 21 വയസ്സിന് താഴെയുള്ളവരെ സ്റ്റോറിൽ പ്രവേശിപ്പിക്കുകയുമില്ല. സ്റ്റോറിൽ ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിട്ടുണ്ട്. പ്രതിമാസ ക്വാട്ട അടിസ്ഥാനമാക്കിയിരിക്കും മദ്യവിൽപ്പന നടത്തുക. സൗദി സമൂഹത്തെ കൂടുതൽ ഉദാരവൽക്കരിക്കുന്നതിനും അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പുതിയ നീക്കങ്ങളെല്ലാം തന്നെ. MBS മുന്നോട്ട് വെച്ച വിഷൻ 2030 എന്നറിയപ്പെടുന്ന വിപുലമായ പദ്ധതിയും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. രാജ്യത്തിന്റെ പ്രതിച്ഛായയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഈ പദ്ധതികളെല്ലാം ലക്ഷ്യമിടുകയാണ്. സൗദി അറേബ്യ വിഷൻ 2030 ലക്ഷ്യത്തോടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവരികയാണ്. ഈ മാറ്റത്തിന്റെ ഭാഗമായി ഫാഷൻ, സ്പോർട്സ് വസ്ത്ര വിപണികൾക്ക് രാജ്യത്ത് വളരെ പ്രാധാന്യം നൽകുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ആഡംബര ഫാഷൻ വാങ്ങലുകളുടെ മൂല്യം 2021 നോക്കുകയാണെങ്കിൽ $9.7 ബില്യൺ എത്തിയെന്നും ഇതിൽ 19% വളർച്ച സൗദി അറേബ്യയിൽ നിന്നാണെന്നും ഫാഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2025ഓടെ വസ്ത്രങ്ങളുടെയും പാദരക്ഷകളുടെയും ചില്ലറ വിൽപ്പനയിൽ 48% വളർച്ച പ്രതീക്ഷിക്കുന്ന സൗദി അറേബ്യയിൽ ആഗോള ഫാഷൻ ബ്രാൻഡുകൾ വൻ മത്സരത്തിനാണുള്ളത്. വിഷൻ 2030 ലക്ഷ്യത്തോടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്ന സൗദി അറേബ്യ ശ്രമങ്ങൾ ഫാഷൻ റീറ്റെയിൽ മേഖലകളിൽ വലിയ വളർച്ചയ്ക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഫാഷൻ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റിയാദ് ഫാഷൻ വീക്ക് പോലുള്ള പരിപാടികൾ രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് ഈ വ്യവസായത്തെ വളർത്തുന്നതിൽ പ്രധാന പങ്കും വഹിക്കുന്നു. ആഗോള ബ്രാൻഡുകളെ ആകർഷിക്കുന്നതിനുമൊപ്പം പ്രാദേശിക ഡിസൈനർമാരെ പിന്തുണയ്ക്കുന്നതിലും ഫാഷൻ കമ്മീഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇത് സൗദി അറേബ്യയെ ഒരു ഫാഷൻ കേന്ദ്രമാക്കി മാറ്റുകയാണ്. സൗദി അറേബ്യയിൽ ഓൺലൈൻ ഫാഷൻ വ്യാപാരം ശക്തമായ വളർച്ച കൈവരിച്ചും വരികയാണ്. അടുത്തിടെ നടന്ന സൗദി ലൈഫ് സ്റ്റൈൽ വീക്ക് 2025 തയ്യാറെടുപ്പിന്റെ പാനൽ ചർച്ചയിലാണ് ഈ വിവരം പുറത്തു വന്നത്. ഇറ്റലി, പോർച്ചുഗൽ, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഫാഷൻ രംഗത്തെ പ്രമുഖർ ഈ ഇവന്റിൽ പങ്കെടുത്തു. കൊമേഴ്സിന്റെ വളർച്ച സൗദി അറേബ്യയിലെ രാജ്യാന്തര ഫാഷൻ ബ്രാൻഡുകളുടെ ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. 2024 രാജ്യത്ത് 5000-ലധികം ഓൺലൈൻ വസ്ത്ര സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇവന്റിന്റെ സംഘാടകർ പറയുന്നത്. ഇത് ഓൺലൈൻ ഷോപ്പിംഗിലേക്കുള്ള ആഗോള പ്രവണതയുമായി ഒത്തുപോകുന്നതാണ്. പ്രത്യേകിച്ചും സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം ആഗ്രഹിക്കുന്ന യുവാക്കൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പിംഗിനിടെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ അടിമുടി മാറുന്ന സൗദിയുടെ പുതിയ മുഖമാകും 2034 ലോകകപ്പിലും നമുക്കെല്ലാം കാണാൻ സാധിക്കുക. ഓസ്ട്രേലിയ പിന്മാറിയതോടെ 2034 ലോകകപ്പ് ആതിഥേയത്തിന് സൗദി മാത്രമാണ് രംഗത്ത് ബാക്കിയുണ്ടായിരുന്നത്. 419/500 എന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറോടെ യോഗ്യതയും നേടി. ഒരുമിച്ച് വളരാം എന്ന മുദ്രാവാക്യമാണ് ആതിഥേയത്വത്തിനുള്ള ബ്രിഡ് പ്രക്രിയയിൽ സൗദി ഉയർത്തിപ്പിടിച്ചത്. നിരവധി അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾക്ക് ഇതിനകം വേദിയായ സൗദി ലോക ഫുട്ബോളിലെ വൻ താരങ്ങളെ കൊണ്ടുവന്ന് ക്ലബ് ഫുട്ബോളും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതേസമയം
2030 ലോകകപ്പ് വേദി തിരഞ്ഞെടുക്കുവാനായി വോട്ടെടുപ്പ് വേണ്ടി വന്നിരുന്നു. ഖത്തറിൽ 32 രാജ്യങ്ങളാണ് ഏറ്റുമുട്ടിയതെങ്കിൽ 2026 മെക്സിക്കോ, കാനഡ, US ലോകകപ്പ് മുതൽ 48 ടീമുകളും ഉണ്ടാകും. അപ്പോൾ സൗദിയുടെ വളർച്ചയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കെല്ലാം അഭിമാനിക്കാനാകുന്ന ഒരു വളർച്ച തന്നെയാണ് സൗദിയുടേത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റിൽ കുറിക്കൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.